പുരാതന കാലം മുതൽക്ക് തന്നെ പൂച്ചകൾ നമ്മോടൊപ്പമുണ്ട്. ഏതാണ്ട് 10,000 വർഷങ്ങളായി മനുഷ്യരോടൊപ്പം പൂച്ചകൾ കൂടിയിട്ട്. അന്നു മുതൽ തട്ടിമ്പുറത്ത് എലികളെ പിടിക്കാനോ മനുഷ്യനെ രസിപ്പിക്കാനോ ഒക്കെ ആയിട്ട് ഇവർ നമ്മുടെ കൂടെ തന്നെയുണ്ട്. എങ്ങും പോകാതെ നമ്മോടൊപ്പം കൂടിയിരിക്കുന്ന ആ ജീവികളെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ. പൂച്ചകൾ, അവരുടെ വിചിത്ര സ്വഭാവങ്ങൾ. തീറ്റയ്ക്ക് മികച്ച അവസരങ്ങൾ തേടിയാണ് മനുഷ്യവാസ കേന്ദ്രങ്ങളിൽ പൂച്ചകൾ ചുറ്റിത്തിരിയാൻ തുടങ്ങിയത്. എലികളും മനുഷ്യരും തമ്മിൽ പണ്ടേ സഹവാസം തുടങ്ങിയിട്ടുണ്ടായിരുന്നല്ലോ. മനുഷ്യരുള്ളിടത്ത് എലികൾ പെറ്റുപെരുകും. ഈ ഒരു അവസരമായിരിക്കണം പൂച്ചകളെ ആകർഷകനാക്കിയത്. പൊതുവിൽ എല്ലാവരാലും അംഗീകരിക്കപ്പെട്ട ഒരു നിഗമനമാണ് പൂച്ചകൾ നമ്മുടെ കൂടെ കൂടിയിട്ട് 10,000 വർഷങ്ങളായി എന്നത്. ഇപ്പോൾ ലോകമെമ്പാടുമായി 60 കോടി പൂച്ചകൾ താമസിക്കുന്നുണ്ട്. അവയുടെ ഭംഗിയുള്ള രൂപവും മൃദുവായ രോമവും പൂച്ചകളുടെ ചലനങ്ങളും മറ്റു രീതികളും മനുഷ്യന് എപ്പോഴും കരിസ്മാറ്റിക്കായി തോന്നാറുണ്ട്. അതിനാലായിരിക്കണം പൂച്ചയോട് പോകണ്ട എന്ന് പറഞ്ഞ് മനുഷ്യൻ കൂടെ കൂട്ടിയത്. പൂച്ചയ്ക്ക് അതിജീവിക്കാൻ മാംസം കൂടിയേ തീരൂ. അതിനവ എവിടെ നിന്നെങ്കിലും ഇരകളെ വേട്ടയാടി പിടിച്ചു തിന്നും. എലികളായിരുന്നു പണ്ട് പൂച്ചകളുടെ മുഖ്യ ആകർഷണം. പക്ഷേ ഇന്ന് പൂച്ചയ്ക്ക് പലവിധ ഇനങ്ങൾ മാംസമായി ലഭിക്കുന്നതുകൊണ്ട് എലികളെ പൂച്ച വേണ്ട എന്ന് വെച്ചു. നമ്മുടെ പൂച്ച സുഹൃത്തുക്കളെ കുറിച്ച് പഠിക്കാൻ ധാരാളം ശാസ്ത്രങ്ങളുണ്ട്. പഠിച്ചാലും തീരാത്തത്രയുമുണ്ട്. അതുകൊണ്ട് തന്നെ മൃഗങ്ങളെക്കുറിച്ച് പഠിക്കുന്ന ശാഖയിൽ പൂച്ച പ്രധാന വിഷയമാണ്. ഭൂമിയിലെ അപെക്സ് വേട്ടക്കാരായ സിംഹങ്ങളുടെയും കടുവയുടെയും പുള്ളിപ്പുലിയുടെയും ഒക്കെ ഒരു മിനിയേച്ചർ രൂപം കൂടിയാണല്ലോ പൂച്ച. പൂച്ച കടുവയെ പോലെ തന്നെ വൈബ്രസ അഥവാ വിസ്കേഴ്സ് ഉപയോഗിക്കുന്ന ജീവിയാണ്. അതായത് മീശരോമത്തിലൂടെ കിട്ടുന്ന സിഗ്നൽസ് ഉപയോഗിച്ചാണ് ചെറിയ ഇടവഴിയിലൂടെ കടന്നു പോകാനാകുമോ എന്ന് പൂച്ച തീരുമാനിക്കുന്നത്. പൂച്ചയുടെ മീശരോമം വെട്ടിയാൽ ഈ ബാലൻസിങ് നഷ്ടപ്പെടുന്നത് കൊണ്ട് ഒരുതരം ലഹരി ബാധിച്ചവനെ പോലെ പൂച്ചയെ നമുക്ക് കാണാൻ പറ്റും. നായകളെ പോലെ പ്രത്യേക സവിശേഷതകൾക്കായി പൂച്ചകളെ ഒരിക്കലും മനുഷ്യൻ വളർത്തിയിട്ടില്ല. നമ്മുടെ വീട് കാക്കാനും സ്വത്തു കാക്കാനും സുരക്ഷിതത്വത്തിനുമൊക്കെ നായകൾ നമ്മുടെ ജീവിതത്തിൽ വലിയ പങ്കാണ് വഹിക്കുന്നത്. മാത്രമല്ല, കുറ്റാന്വേഷണത്തിനും പ്രതിരോധത്തിനും സൈന്യത്തിലുമൊക്കെ നായകൾ പ്രധാന റോള് വഹിക്കുന്നുണ്ട്. പക്ഷെ അത്തരത്തിലൊന്നും പൂച്ചയ്ക്ക് സാധ്യമല്ല. പൂച്ചയ്ക്ക് രണ്ട് ജോലിയേ ഉള്ളൂ. ഒന്ന്, നല്ല വളർത്തുമൃഗമായിരിക്കുക. 2, കീടങ്ങളുടെ കാറ്റഗറീസിലുള്ള എലികളെയും പക്ഷികളെയും കൊല്ലുക. പക്ഷികളെ കൊല്ലുക എന്ന് പറഞ്ഞല്ലോ. അമേരിക്കയിൽ എലികൾക്ക് പകരം പൂച്ചകൾ കൊല്ലുന്നത് പക്ഷികളെയാണ്. ഏതാണ്ട് ഒരു വർഷത്തിൽ 4 ബില്യൺ പക്ഷികളെ പൂച്ചകൾ കൊല്ലുന്നു. ഇത് കീടനിയന്ത്രണത്തിൽ നമുക്ക് പെടുത്താം. അത്തരത്തിൽ വലിയ ഉപകാരികളാണ് അമേരിക്കയിൽ പൂച്ചകൾ. നമ്മുടെ ഇവിടെ എലികളെ പൂച്ചകൾ കൊല്ലാത്തത് മറ്റു ഭക്ഷണം കൊടുത്ത് പൂച്ചയുടെ ശ്രദ്ധ മാറ്റിയത് കൊണ്ടായിരിക്കാം. അല്ലെങ്കിൽ ഇപ്പോഴും ജന്മവാസനയായ എലിയെ പിടിക്കുക എന്നത് പൂച്ച നിർവഹിക്കും എന്നത് ഉറപ്പ് തന്നെയാണ്. ലോകത്താകമാനം പൂച്ചകൾ പല ഇനങ്ങളുണ്ട്. പക്ഷേ എന്നാലും നായ്കളുടെ അത്രയും വൈവിധ്യമില്ല. ഇന്റർനാഷണൽ കാറ്റ് അസോസിയേഷൻ 73 ഇനങ്ങളെ അംഗീകരിക്കുന്നു. അതിൽ നമ്മുടെ സയാമീസ് പൂച്ചയും പേർഷ്യൻ കാറ്റും രോമമില്ലാത്ത സ്ഫിങ്സ്, അമേരിക്കൻ ബോബ്ടെയിൽ ഒക്കെ പെട്ടു. പിന്നെ നമ്മുടെ വീട്ടിലെ സാധാരണ മെലിഞ്ഞ പൂച്ചകളും. പൂച്ചകൾ നല്ല ബുദ്ധിശക്തിയുള്ള ജീവികളാണ്. നായകൾ പൂച്ചകളെക്കാളും മികച്ച ബുദ്ധിശക്തിയുള്ള ജീവികളാണ് എന്ന പൊതുവിശ്വാസത്തെ ശാസ്ത്രം ഒരിക്കലും പിന്തുണക്കുന്നില്ല. പൂച്ചകൾക്ക് ഡിസ്പ്ലേ ഓബ്ജക്റ്റ് പെർമനൻസ് എന്നൊരു കഴിവുണ്ട്. മനുഷ്യർക്കിത് 8ാം മാസം മുതലാണ് വികസിച്ച് തുടങ്ങുന്നത്. കാര്യം എന്താണ് എന്ന് ചോദിച്ചാൽ, ഒരു വസ്തുവിനെ കണ്ടാൽ പിന്നീട് അതിൻ്റെ ശബ്ദമോ ഗന്ധമോ തിരിച്ചറിഞ്ഞാൽ പോലും അത് ആ വസ്തുവിൻ്റെ ഉടമസ്ഥനാണ് എന്ന് പൂച്ചയ്ക്ക് മനസ്സിലാക്കാൻ പറ്റും. എലികളുടെ കാലച്ച കേൾക്കേണ്ട താമസം പൂച്ച ചാടിപ്പുറത്തിറങ്ങി എന്ന് കഥകളിൽ നമ്മൾ കേട്ടിട്ടില്ലേ? ഈ ഒരു കാര്യം തന്നെയാണ് ഡിസ്പ്ലേ ഓബ്ജക്റ്റ് പെർമനൻസ്. ഉടമസ്ഥന്റെ ശബ്ദം ദൂരെ നിന്ന് കേൾക്കേണ്ട താമസം പൂച്ച മ്യാവൂ മ്യാവൂ എന്ന് കരഞ്ഞു തുടങ്ങും. പാത്രങ്ങളുടെ ഒച്ച കേൾക്കേണ്ട താമസം അത് മീനാണെന്ന് പൂച്ച തിരിച്ചറിയും. എലികൾ, നായകൾ എന്നീ മൃഗങ്ങളിൽ ബുദ്ധിശക്തിയുടെ പരീക്ഷണങ്ങൾ നടന്നതുപോലെ പൂച്ചകളിൽ ഇനിയും നടന്നിട്ടില്ല. വളരെ കുറച്ച് പഠനങ്ങൾ മാത്രമേ ഈ കാര്യത്തിൽ നടന്നിട്ടുള്ളൂ. അതുകൊണ്ട് തന്നെ നമ്മുടെ അറിവിൽ പൂച്ചയുടെ ബുദ്ധി വളരാനിരിക്കുന്ന ബുദ്ധിയാണ്. പൂച്ചകൾക്ക് അപരിചിതരെ വെറുപ്പാണ്. അതുകൊണ്ട് തന്നെയാണ് വീട്ടിൽ അതിഥികൾ വന്നാൽ പൂച്ച ഒരുതരം വല്ലാത്ത വെറുപ്പ് കാണിക്കുന്നത്. ഒന്നുകിൽ എവിടെയെങ്കിലും പോയി കളയും, അല്ലെങ്കിൽ മുറുമുറുപ്പും ദേഷ്യവും നമ്മളോട് കാണിക്കും. മൃഗങ്ങളിൽ വെച്ച് ഏറ്റവും വേർപിരിയൽ ഉത്കണ്ഠ ഉള്ള ജീവികളാണ് പൂച്ചകൾ. വീട്ടുടമസ്ഥർ എവിടെയെങ്കിലും പോകുകയാണെങ്കിൽ പൂച്ച വല്ലാതെ സാഡായി കാണപ്പെടും. ആളുകളോട് കൂട്ടുകൂടി അവരെ ഉല്ലസിപ്പിക്കലാണോ അല്ലെങ്കിൽ എലിയെ പിടിക്കലാണോ, ഏതാണ് പൂച്ചയുടെ ജോലി എന്ന് ചോദിച്ചാൽ ആളുകളുമായി സഹവസിക്കുക, കൂട്ടുകൂടുക എന്നതാണ് മുൻപന്തിയിൽ നിൽക്കുന്നത് എന്ന് നമ്മൾ പൂച്ചകളെക്കുറിച്ച് പറയുമ്പോൾ പറയേണ്ടി വരും. കീടനിയന്ത്രണത്തിനാണ് കൂടെ കൂടിയതെങ്കിലും പിന്നീട് വീട്ടിലെ മനുഷ്യരുടെ ഭക്ഷണം തന്നെ അവരുടെ ഭക്ഷണമായി മാറി. കീടങ്ങളെ അഥവാ എലികളെയും മറ്റും അവർക്ക് ഭക്ഷണമായി വേണ്ട എന്ന് തന്നെയായി കാര്യങ്ങൾ. എന്നാലും പൂച്ചയുടെ ഉള്ളിൽ കിടക്കുന്ന ഈ സഹജവാസന എപ്പോഴും പ്രവർത്തിക്കുന്നത് കൊണ്ട് അവർ മിക്കപ്പോഴും എലികളെയും മറ്റും കൊല്ലുന്നു. ഒരു സാറ്റിസ്ഫൈ എന്ന മോഡിൽ അവയുടെ ചത്ത രൂപങ്ങളെ നമ്മുടെ വീട്ടിലേക്ക് കൊണ്ടുവരികയും ചെയ്യുന്നു.
ഇത് പലപ്പോഴും നമുക്കൊരു അസുഖകരമായ കാര്യമായി പ്രവർത്തിക്കുന്നു. പക്ഷേ സയന്റിസ്റ്റുകൾ പറയുന്നത് പൂച്ചയുടെ ജന്മവാസന എന്നും അവിടെ ഉണ്ടാകും. അതുകൊണ്ടാണ് അവർ അങ്ങനെ ചെയ്യുന്നത്. ഇതിനെ മാറ്റി സ്ഥാപിക്കുക എന്നത് മാത്രമാണ് ഒരു വഴി. അതിന് പ്ലേ സാധനങ്ങൾ പൂച്ചയ്ക്ക് കൊടുത്താൽ മതി. അതിൽ അവർ ചാടിക്കളിച്ചും തുള്ളിക്കളിച്ചും വേട്ടയാടൽ വാസന തീർത്തുകൊള്ളും എന്നാണ്. പൂച്ചയുടെ കഥകൾ ഇവിടെ തീരുന്നില്ല. പൂച്ചയുടെ കാര്യത്തിൽ എന്ത് പറഞ്ഞാലും അത് കൗതുകമുള്ള കാര്യമായി മാറും. പൂച്ചയുടെ കാര്യങ്ങളെക്കുറിച്ചുള്ള വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. വീണ്ടും കാണുന്നതുവരേക്കും നമസ്കാരം.